ഹായ് അസ്സലാമു അലൈക്കും. പണ്ട് നമ്മൾ 90 കിഡ്സിൻ്റെ സ്കൂൾ വിട്ട് വരുന്ന ആ വൈകുന്നേര സമയത്തെയും അതുപോലെ തന്നെ വേനലവധിക്കാലത്തെയും ചില പഴയ ഓർമ്മകളാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് ഇന്നത്തെ പോലെ വീടുകളിൽ ഷവറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് മുറ്റത്ത് നല്ലൊരു സിമെൻറ്റ് ടാങ്ക് ഉണ്ടാക്കും. ആ ടാങ്കിലെ ഓർമ്മകളില്ലാത്ത 90 കിഡ്സ് കുറവായിരിക്കും അല്ലേ. ഞാൻ 4ാം ക്ലാസ് വരെ ഉമ്മയുടെ വീട്ടിലാണ് നിന്ന് പഠിച്ചിരുന്നത്. അന്ന് എനിക്കും എൻ്റെ ഇത്താക്കും കൂട്ടായിട്ട് എൻ്റെ പ്രായത്തിലുള്ള മാമാടെ മോളുണ്ടായിരുന്നു കേട്ടോ. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ ഓടുന്നത് ഈ ടാങ്കിൻ്റെ അടുത്തേക്കാണ്. മോട്ടർ അടിച്ച് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അതിലെടുത്ത് ചേടാനായിട്ട് ഒരു പ്രത്യേക ആവശ്യമായിരുന്നു. പുള്ളിയും പാട്ടുപാടലും കഥ പറച്ചിലൊക്കെ ആയിട്ട് മണിക്കൂറോളം ഞങ്ങൾ ആ ടാങ്കിൽ തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ സ്വിമ്മിംഗ് പൂൾ അതായിരുന്നു. ഈ മണിക്കൂറോളം മോട്ടർ അടിക്കാന്ന് പറഞ്ഞാൽ അതിനും ഒരു കാരണം ഉണ്ട് കേട്ടോ. ഉമ്മച്ചിയുടെ വീടിൻ്റെ ഇറക്ക് ഭാഗത്തായിട്ട് ഒരു പുഴയുണ്ട്. പുഴയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് കുറച്ച് പറമ്പുണ്ട്. ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളം കൃത്യമായിട്ട് നമ്മുടെ പറമ്പിലുള്ള അടക്കാരത്തിൻ്റെയും തെങ്ങിൻ്റെയും ഒക്കെ ചുവട്ടിലേക്കാണ് പോണത്. അപ്പോൾ അതിനായിട്ട് മണ്ണിലൂടെ ചെറിയ ആണി വെട്ടിയിട്ടുണ്ടാവും, അതായത് ചാലുകളായിട്ട്. ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുതിച്ച് വന്നിട്ട് അത് മണ്ണിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഞങ്ങൾ കുളി കഴിഞ്ഞാൽ പിന്നെ നേരെ പറമ്പിലേക്ക് പോകും. കൈക്കോട്ടൊക്കെ പിടിച്ച് ഉമ്മ അവിടെ നനയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ പിള്ളേർ ആണിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. ആ സമയത്ത് നേരെ ഒഴുകുന്ന വെള്ളമൊക്കെ വഴി മാറി ഒഴുകാൻ തുടങ്ങും കേട്ടോ. അപ്പം തന്നെ വല്യമ്മ ഓടി വന്നിട്ട് കൈക്കോട്ട് കൊണ്ട് കുറച്ച് മണ്ണെടുത്തിട്ട് ആ പൊട്ടിയ ഭാഗത്ത് കൂട്ടിയിടും. ഈ നനയ്ക്കുന്നതിനിടയിലായാലും വല്യമ്മ ആ ദിവസത്തെ സ്കൂളിലത്തെ എല്ലാ വിശേഷങ്ങളോടും ഞങ്ങളോട് ചോദിച്ചറിയും. ഞങ്ങളാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും മാറി മാറി വല്യമ്മയോട് പറയും. വല്യമ്മ ആണെങ്കിൽ നല്ല ഉത്സാഹത്തോടു കൂടി അതൊക്കെ കേട്ടിരിക്കും കേട്ടോ. ഞാനും ഉമ്മച്ചിയുടെ ഉമ്മാനെ വല്യമ്മ നല്ലാട്ട വിളിക്കാറ്, ഉമ്മാന്ന് തന്നെ വിളിക്കാറ്. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും എല്ലാ പറമ്പുകളിലും ഇതേപോലെ നനയ്ക്കുന്നുണ്ടാവും. ഇന്നും ആ മണ്ണ് നനയുന്ന മണവും വല്യമ്മയുടെ സ്നേഹവും എല്ലാം മനസ്സിലൊരു കുളിർമയായിട്ട് മായാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പോലത്തെ ടാങ്കുകളും ആണികളും ഒന്നും ഇപ്പോൾ ഒരു വീട്ടിലും കാണാറില്ല. നിങ്ങളുടെ കുട്ടിക്കാലത്ത് എത്ര വീടുകളിൽ ഇങ്ങനത്തെ ടാങ്കുകൾ ഉണ്ടായിരുന്നെന്നും എത്ര പേര് അതിലിറങ്ങി കുളിച്ചിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു ഊർജ്ജവും അതിൽ നിന്ന് കിട്ടും.